ക്യാൻസർ പോരാളികൾക്ക് വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായി ഭക്ഷണവും താമസവും നൽകുന്ന സനാഥാലയത്തിലെ ചിലവുകൾ എങ്ങനെ നടന്നു പോകുന്നുവെന്ന് ചിലർക്കെങ്കിലും തോന്നാം. ഇതിനായി സനാഥാലയത്തിൽ പലവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്നാണ് പായസോത്സവം. പായസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറും അല്ലെ? നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് മധുരം കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ രുചിയൂറും പായസത്തിന്റെ ഉത്സവമായാലോ? സനാഥാലയത്തിലെ മാസ ചെലവുകൾക്കായി സനാഥാലയത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പായസോത്സവം. 1 ലിറ്റർ പായസത്തിന് 250 രൂപ എന്ന ക്രമത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി സ്പോൺസർ ചെയ്ത ഈ പായസം പൂർണ്ണമായും സനാഥാലയത്തിൽ തന്നെ തയ്യാറാക്കി തിരുവനന്തപുരത്തെ പല ഓൾഡ് ഏജ് ഹോമുകളിലും സ്നേഹ വീടുകളിലും നമ്മുടെ പായസം കാത്തിരിക്കുന്ന നല്ല മനസ്സുകൾക്ക് നമ്മൾ എത്തിക്കുന്നു. ശേഷം വരുന്ന നീക്കിയിരിപ്പ് തുക സനാഥാലയത്തിന്റെ മാസ ചിലവുകൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. രാവിലെ തന്നെ ബിഗ് ഫ്രണ്ട്സ് ഈ ഉദ്യമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആദ്യം തന്നെ പായസം വയ്ക്കുവാനുള്ള ഉരുളി കഴുകിയെടുക്കുകയാണ് വേണ്ടത്. കഴുകി കുട്ടപ്പനായി ഉരുളി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പായസത്തിന് അരി കഴുകിയെടുക്കുന്നതാണ് അടുത്ത ടാസ്ക്. ശേഷം സനാഥാലയം മാനേജർ ഹരികൃഷ്ണൻ അടുപ്പ് കത്തിച്ചു. സിന്ധു ചേച്ചിയുടെ മേൽനോട്ടത്തിലാണ് പായസോത്സവത്തിന്റെ പായസം തയ്യാറാക്കുന്നത്. നല്ല തെളിനീര്, അതായത് പച്ച വെള്ളം ഉരുളിയിലേക്ക് പകർന്നു നൽകുകയാണ് നമ്മുടെ ബിഗ് ഫ്രണ്ട്സ്. പായസത്തിന് വേണ്ടിയുള്ള ആദ്യ പിടി അരി സനാഥാലയത്തിലെ കുട്ടിക്കുറുമ്പന്മാരായ കുഞ്ഞുണ്ണിയും ആമ്പാടിയും ചിഞ്ചുലും കൂടി ഉരുളിയിലേക്ക് പകർന്നു നൽകി. ശേഷം ബാക്കി വന്ന അരി ബിഗ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഉരുളിയിലേക്ക് നിക്ഷേപിച്ചു. ഇനി അരിയും വെള്ളവും നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇളക്കുന്നത് എളുപ്പമുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. നല്ല പാടുള്ള ഈ കാര്യം ബിഗ് ഫ്രണ്ട്സിലെ എല്ലാവരും കൂടെ ചേർന്ന് മാറി മാറി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പാലില്ലാതെ എന്ത് പാൽ പായസം അല്ലെ? കവർ പാല് പൊട്ടിച്ച് ആദ്യം തന്നെ ഒരു പാത്രത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് എന്താ ഈ ഉരുട്ടിയിൽ ഒഴിക്കാത്തത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിന് കാരണമുണ്ട്, വഴിയെ പറയാം കേട്ടോ. ഉരുളിയിൽ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ പാത്രത്തിൽ പാൽ മാറ്റി വെച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? പാൽ നല്ലപോലെ അരിച്ചു മാത്രമേ ഉരുളിയിലേക്ക് ഒഴിക്കുകയുള്ളൂ. മുറിച്ച കവറിന്റെ കഷ്ണങ്ങളോ മറ്റു മാലിന്യങ്ങളോ പായസത്തെ വരാതിരിക്കുവാനാണ് ഇങ്ങനെ അരിച്ച് ഒഴിക്കുന്നത്. പായസമായാൽ പഞ്ചസാര വേണ്ടേ? അതിനായി നല്ല പാരീസ് പഞ്ചസാര ഇനി ചേർക്കുകയാണ് വേണ്ടത്. പഞ്ചസാര ചേർക്കുന്നതോടൊപ്പം തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കുകയും വേണം. മധുരം നോക്കിയപ്പോൾ കുറവായത് കൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കേട്ടോ. പായസോത്സവത്തിന്റെ പാചകം കാണാനായിട്ട് നമ്മുടെ ഇവിടെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നൂക്കുട്ടൻ അഥവാ നൂക്കാൻ. പായസോത്സവം കണ്ടിട്ട് അവനും ഇതിനോടൊപ്പം കൂടണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് പായസോത്സവത്തിന്റെ പാചകത്തിന് അവനും കൂടി. പായസത്തിൽ ഇനി നെയ്യ് ഒഴിക്കാനായിട്ട് സമയമായി കേട്ടോ. ആദ്യ ബോട്ടിൽ നെയ്യ് നമ്മുടെ കുഞ്ഞുണ്ണി പകർന്നു നൽകി.
പിന്നീട് നമ്മുടെ ആമ്പാടിയും ചിഞ്ചിലവും നെയ്യ് ഉരുളിയിൽ പകർന്നു. പായസത്തിന് മേമ്പൊടിയായി ഏലക്കായും കിസ്മിസും അണ്ടിപ്പരിപ്പും സിന്ധു ചേച്ചി ഇട്ടുകൊടുത്തു. അങ്ങനെ പായസം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ഫ്രണ്ട്സ് എന്ന ഈ നന്മ കൂട്ടായ്മയുടെ ഒത്തൊരുമ നമുക്ക് ഈ പായസോത്സവത്തിലൂടെ കാണുവാൻ സാധിക്കും. ഒരാൾ മാറുമ്പോൾ മറ്റൊരാൾ എന്ന രീതിയിലായിരുന്നു പായസോത്സവത്തിൽ ബിഗ് ഫ്രണ്ട്സ് പ്രവർത്തിച്ചത്. അങ്ങനെ നമ്മുടെ രുചിയേറും പായസം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വലിയ ഉരുളിയിൽ നിന്നും ചൂട് പായസം ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് അടുത്ത ടാസ്ക്. അങ്ങനെ തിരുവനന്തപുരത്തെ പല വൃദ്ധസദനങ്ങളിലും ചില അനാഥാലയങ്ങളിലും നമ്മുടെ പായസം കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം അപ്പച്ചനമ്മച്ചിമാർക്കും സഹോദരങ്ങൾക്കുമായി പായസം പാക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. സനാഥാലയത്തിന്റെ സ്വന്തം ഓമ്നി വാനിൽ എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ സഹോദരങ്ങൾക്കായി കൊടുത്തു വിടുകയാണ് ഇനി. നിങ്ങൾക്കും പായസോത്സവത്തിൽ സംഭാവന നൽകാം. 1 ലിറ്റർ പായസത്തിന് 250 രൂപ എന്ന ക്രമത്തിൽ നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാവുന്നതാണ്. അതിനായി ജിപേ ചെയ്യേണ്ട നമ്പർ 8281247365.